വീണ്ടും വാർത്തയിലേക്ക് വരുമ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിയമനങ്ങളിൽ പട്ടികജാതി വർഗ്ഗക്കാർക്ക് സംവരണം ഏർപ്പെടുത്തണമെന്ന പട്ടികജാതി വകുപ്പ് മന്ത്രിയുടെ വാഗ്ദാനം വഞ്ചനയായിരുന്നുവെന്ന DGDP സംസ്ഥാന പ്രസിഡന്റ് എൻ കരിങ്കരപ്പള്ളി. പട്ടികജാതി ഫണ്ട് മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിയമനങ്ങളിൽ ഉൾപ്പെടെ നടക്കുന്നത് രാഷ്ട്രീയ താൽപര്യമാണെന്നും എൻ കരിങ്കരപ്പള്ളി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് പാലക്കാട് മെഡിക്കൽ കോളേജ് ആരംഭിച്ചത്. നിയമനങ്ങളിൽ പട്ടികജാതിക്കാർക്ക് 70% സംവരണം ഏർപ്പെടുത്തുമെന്നും ഉമ്മൻചാണ്ടി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പിന്നീട് വന്ന ഇടതു സർക്കാർ നിയമനങ്ങൾ ഉൾപ്പെടെ അനധികൃതവും രാഷ്ട്രീയവുമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. നിയമനങ്ങളിലെ പട്ടികജാതി സംവരണം പാലിക്കാത്തതിനെ തുടർന്നാണ് DGDP അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. ജോലി സംവരണ പ്രശ്നം പരിഹരിക്കാമെന്ന മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതിനെ തുടർന്നാണ് അനിശ്ചിതകാല സമരം അവസാനിപ്പിച്ചത്. മന്ത്രിയുടെ ഓഫീസ് നടത്തിയത് വഞ്ചനയാണെന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് അനിശ്ചിതകാല സമരം വീണ്ടും ആരംഭിക്കുന്നത്. സമരം ആരംഭിക്കുന്നതിന് മുന്നോടിയായി മുഖ്യമന്ത്രി, പട്ടികജാതി വകുപ്പ് മന്ത്രി, ജില്ലാ കളക്ടർ, മെഡിക്കൽ കോളേജ് ഡയറക്ടർ എന്നിവർക്ക് നോട്ടീസ് നൽകിയെന്നും എൻ കരിങ്കരപ്പള്ളി പറഞ്ഞു. ആ നിവേദനം സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പട്ടികജാതി വകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ശ്രീകുമാർ അദ്ദേഹവുമായിട്ട് 1.5 മണിക്കൂർ ഞങ്ങൾ ചർച്ച നടത്തി. ആ ചർച്ചയിൽ അവർ വെച്ച ഒരു മുദ്രാവാക്യം, ഒരു ആവശ്യം, നിങ്ങൾ സമരം നിർത്തിവെക്കൂ, ഞങ്ങൾ ഉടൻ തന്നെ മന്ത്രിയുമായി ചർച്ച നടത്തി നിങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള ആവശ്യങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാം എന്നുള്ള ഒരു ഉറപ്പിന്മേൽ ഞങ്ങൾ സമരം 23-ാം തീയതി നിർത്തുകയും ചെയ്തു. ശേഷം നാളിതുവരെ അതിനെക്കുറിച്ച് യാതൊരു അറിവോ അല്ലെങ്കിൽ ഞങ്ങൾ അറിയിപ്പോ ഉണ്ടായിട്ടില്ല. അപ്പോൾ വീണ്ടും ഞങ്ങൾ സമരത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട പട്ടികജാതി വകുപ്പ് മന്ത്രിക്കും ഇപ്പോൾ ജില്ലാ കളക്ടർക്കും മെഡിക്കൽ കോളേജ് ഡയറക്ടറും ഓരോ നിവേദനം സമർപ്പിച്ചുകൊണ്ട് ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എന്തു മറുപടി തരുന്നുവോ ആ മറുപടിക്ക് അനുസരിച്ചുകൊണ്ടുള്ള പോസിറ്റീവായാലും നെഗറ്റീവായാലും അതിനനുസരിച്ചുകൊണ്ട് ഒരു മുന്നേറ്റത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് എ വിനോദ് കുമാർ, സെക്രട്ടറി സുജാത മണികണ്ഠൻ, വി ശിവൻ, കെ ഹരിദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.